സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും മടിയില്ലാത്ത ഉദ്യോഗസ്ഥർ, എല്ലാം കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്ന സർക്കാർ നയങ്ങൾ, സിനിമയിൽ വെല്ലുന്ന ടെസ്റ്റുകളോടെ IAS ഓഫീസറായ മകളും രാഷ്ട്രീയക്കാരനായ അച്ഛനും ചേർന്നുള്ള ഒരു ഉഗ്രൻ തട്ടിപ്പ് നാടകം. 48 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് എങ്ങനെ OBC സംവരണം ലഭിച്ചു? ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെ വിളിച്ച് സ്റ്റീൽ മോഷ്ടിച്ചയാളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് എന്തിനു വേണ്ടി? ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കളക്ടറുടെ ഓഫീസിൽ ക്യാബിനും താമസ സൗകര്യവും ആവശ്യപ്പെട്ടത് പോരാതെ സ്വകാര്യ ഓടി കാറിൽ ബീക്കണും VIP നമ്പർ പ്ലേറ്റും മഹാരാഷ്ട്ര ഗവൺമെന്റ് ബോർഡും വേണമെന്ന് വാശി പിടിച്ചത് എന്തിന്? നമ്മുടെ രാജ്യത്തെ ഒരു വലിയ അഴിമതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എല്ലാ വർഷവും 10 ലക്ഷത്തോളം പേർ UPSC പരീക്ഷ എഴുതുന്നത് ഒരു ദിവസം ജില്ലാ കളക്ടറായോ ഹെൽത്ത് സെക്രട്ടറിയായോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ രാജ്യത്തെ സേവിക്കാമെന്ന സ്വപ്നവുമായാണ്. എന്നാൽ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പൂനെയിൽ പരിശീലനം പൂർത്തിയാക്കിയ IAS ട്രെയിനി പൂജ ഖേദ്കർ. പൂജയുടെ പെരുമാറ്റം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ പോലെ ആയിരുന്നില്ല, മറിച്ചൊരു രാജ്ഞിയെ പോലെയായിരുന്നു. പൂജയുടെ പ്രവർത്തനങ്ങൾ സർക്കാരിനെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കേസിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റത്തിലെ ഒരു ഗംഭീര തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മുഴുവൻ കാര്യങ്ങൾ പറയാനായി വീഡിയോ പൂർണ്ണമായും കാണുക. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലുള്ള പതാഡിയിൽ ഒരു തഹസിലുണ്ട്. നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഈ കുടുംബത്തിലാണ് പൂജ ജനിച്ചത്. പൂജയുടെ പിതാവ് ദിലീപ് റാവു ഖേദ്കർ മഹാരാഷ്ട്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോലി ചെയ്തിരുന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു. കൂടാതെ ഇപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ ഗ്രാമത്തിന്റെ ഹെഡാണ് പൂജയുടെ അമ്മ. പൂജയുടെ മുത്തച്ഛൻ സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പൂനെയിൽ നിന്നാണ് പൂജ MBBS പൂർത്തിയാക്കിയത്. ഡൽഹിയിലെ ഗംഗാറാം ഹോസ്പിറ്റലിൽ എൻഡോക്രൈനോളജിസ്റ്റായി ജോലി ചെയ്തിരുന്നതായി പൂജ പറഞ്ഞിട്ടുണ്ട്. നിരവധി തവണ പൂജ UPSC പരീക്ഷ എഴുതിയിരുന്നു. അങ്ങനെ 2019 ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവേശനം ലഭിച്ചെങ്കിലും OBC അലോക്കേഷനിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ആ വർഷം പൂജ UPSC പരീക്ഷകൾ വീണ്ടും എഴുതിയെങ്കിലും പൂജയ്ക്ക് IRS റാങ്കും ലഭിച്ചു. 2 സംവരണ കാറ്റഗറികൾക്ക് കീഴിലാണ് പൂജ അപേക്ഷിച്ചത്. ആദ്യത്തേത് OBC, രണ്ടാമത്തേത് PW ബോർഡാണ്. പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം, അതായത് ബെഞ്ച്മാർക്ക് വൈകല്യമുള്ള വ്യക്തികൾ. പൂജയ്ക്ക് വികലാംഗ കാറ്റഗറിയിൽ ഏറ്റവും ഉയർന്ന കാറ്റഗറിയായ ലെവൽ 5 റിസർവേഷനാണ് കിട്ടിയത്. ലെവൽ 5 ഒന്നിലധികം വൈകല്യമുള്ള ആളുകൾക്കുള്ളതാണ്. തനിക്ക് 2 വൈകല്യങ്ങൾ ഉണ്ടെന്നാണ് പൂജ UPSCയോട് പറഞ്ഞത്. ഒന്ന് കാഴ്ച വൈകല്യവും മറ്റൊന്ന് മാനസിക രോഗവുമാണെന്നാണ്. 2022 ഏപ്രിൽ 22 UPSC പരീക്ഷ പാസ്സായ ശേഷം ന്യൂഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റൽ പൂജയെ വൈദ്യപരിശോധനയ്ക്ക് വിളിച്ചു. ആശുപത്രിയിലെ ഡ്യൂട്ടി ഓഫീസർ 6 തവണ വിളിച്ചിട്ടും പൂജ അത് നിരസിക്കുകയായിരുന്നു. തനിക്ക് കോവിഡ് ഉണ്ടെന്നാണ് അവൾ കാരണം പറഞ്ഞത്. കൂടാതെ തനിക്ക് MRI സ്കാൻ ചെയ്യാൻ സാധിക്കില്ല എന്ന കാരണവും പറഞ്ഞിരുന്നു. പൂജയുടെ കണ്ണുകളിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എയിംസിൽ വെച്ച് MRI സ്കാൻ ചെയ്യണമായിരുന്നെങ്കിലും പൂജ അതിന് തയ്യാറായില്ല. 2022 സെപ്റ്റംബർ 22 വൈദ്യപരിശോധനയ്ക്കായി പൂജ തങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന് കാണിച്ച് എയിംസ് DOPTക്ക് കത്തെഴുതി. IAS ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സർക്കാർ വകുപ്പാണ് DOPT. 2022 നവംബർ 14 പൂജയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് എയിംസ് DOPTക്ക് മറ്റൊരു കത്ത് കൂടി എഴുതി. എന്നാൽ പൂജ തന്റെ കേസ് CATയിലെത്തിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്ന സർക്കാർ സ്ഥാപനമാണിത്. അഡ്വക്കേറ്റായ വൈഭവ് കുൽക്കർണി തന്റെ ക്ലയന്റ് പൂജയ്ക്ക് മാനസിക രോഗമായ ക്ലോസ്ട്രോഫോബിയ ഉണ്ടെന്നും അതിനാലാണ് അവർക്ക് MRI സ്കാൻ ചെയ്യാൻ കഴിയാത്തതെന്നും CATയോട് പറഞ്ഞു. ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് അടഞ്ഞ സ്ഥലങ്ങളോടുള്ള ഭയമാണ്. അതുകൊണ്ട് MRI സ്കാനിന് പകരം മറ്റൊരു രീതിയിൽ വൈദ്യപരിശോധന നടത്തണമെന്ന് അഡ്വക്കേറ്റ് വാദിച്ചു. എന്നാൽ CAT അത് വിസമ്മതിച്ചു. തുടർന്ന് കേസുമായി പൂജ ബോംബെ ഹൈക്കോടതിയിലെത്തി. പൂജയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു ഹൈക്കോടതി വിധി വന്നത്. CATയുടെ അന്വേഷണം നിർത്തണമെന്ന് കോടതി പറഞ്ഞു. എയിംസിനോട് വ്യത്യസ്തമായി വൈദ്യപരിശോധന നടത്താനും ആവശ്യപ്പെട്ടു. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയെന്നും ക്ലിയറൻസ് ലഭിച്ചു എന്നും പൂജ പറഞ്ഞതായി അഡ്വക്കേറ്റ് പറഞ്ഞു. പൂജ ഒരു സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിൽ MRI സ്കാൻ ചെയ്ത് സമർപ്പിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ പൂജ പരിശീലനം ആരംഭിക്കുകയും പൂനെയിലെ ജില്ലാ കളക്ടറേറ്റിൽ അസിസ്റ്റന്റ് കളക്ടർ ആവുകയും ചെയ്തു. പൂജയ്ക്ക് ബന്ദാറ ജില്ലയിലാണ് പോസ്റ്റിംഗ് കിട്ടിയത്. പൂജയ്ക്ക് എങ്ങനെയാണ് പൂനെയിൽ പരിശീലനത്തിന് അവസരം കിട്ടിയത്? ഉത്തരമില്ലാത്ത ചോദ്യമാണത്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. IAS ആകാൻ UPSC പരീക്ഷകളിൽ വിജയിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് പാസ്സാകണം. ഇതവരുടെ പരിശീലന കാലയളവാണ്. പരിശീലനത്തിന് ശേഷം അവർ ഒരു പരീക്ഷ പാസ്സാകണം. പരീക്ഷ ജയിച്ചാൽ സ്ഥിരം IAS ഓഫീസർ ആകും. ഈ പ്രൊബേഷൻ കാലയളവിൽ ഒരു ട്രെയിനി പരീക്ഷയിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ അവരുടെ പ്രൊബേഷൻ റദ്ദാക്കും. ഇതിനർത്ഥം അവർക്ക് ജോലി കിട്ടില്ല എന്നാണ്.
2024 ജൂൺ 3 പൂജയ്ക്ക് പൂനെയിൽ പരിശീലനം ആരംഭിക്കേണ്ടി വന്നു. എന്നാൽ മഹാരാഷ്ട്ര അഡീഷണൽ ചീഫ് സെക്രട്ടറി നിതിൻ ഗോദ്രയ്ക്ക് പൂനെ ജില്ലാ കളക്ടർ സുഹാസ് ദിവാസെ 25 പേജുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. പൂജയുടെ പല ആവശ്യങ്ങളും പോസ്റ്റിംഗിന് മുമ്പ് ആരംഭിച്ചതായി അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു. 2024 മെയ് 18 നവി മുംബൈയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിവേക് ബൻസാരയെ പൂജ വിളിക്കുകയും സ്റ്റീൽ മോഷ്ടിച്ച് പിടിക്കപ്പെട്ട ഒരാളെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്രയും സമ്മർദ്ദമുണ്ടായിട്ടും നവി മുംബൈ പോലീസ് പൂജയുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അയാൾ ഇപ്പോഴും ജയിലിലാണ്. എന്തുകൊണ്ടാണ് പൂജ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് എന്നറിയില്ല. എന്നാൽ IAS ഓഫീസർ ആകുന്നതിന് മുമ്പ് തന്നെ പൂജ പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പൂജ ജോയിൻ ചെയ്യുന്ന തീയതിക്ക് 10 ദിവസം മുമ്പ് മെയ് 23 പൂനെ കളക്ടറുടെ ഓഫീസിൽ ഒരു ക്യാബിനും താമസ സൗകര്യവും ആവശ്യപ്പെട്ടിരുന്നു. ഇത് താൻ അവിടെ വരുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അഡീഷണൽ കളക്ടർ 4 ദിവസത്തേക്ക് മുംബൈയിൽ പോയപ്പോൾ പൂജ തന്റെ ചേംബർ കൈയടക്കിയതായി പൂനെ ജില്ലാ കളക്ടർ ഒരു കത്തിൽ പരാതിപ്പെട്ടു. പൂജ ഫർണിച്ചറുകളും ലെറ്റർ ഹെഡും ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ചേംബറിന് പുറത്ത് തന്റെ പേരിലുള്ള ഒരു ബോർഡും സ്ഥാപിച്ചു. അന്ന് തന്നെ പൂജയുടെ അച്ഛൻ തഹസിൽദാറിനെ വിളിച്ച് വനിതാ ഓഫീസറായ തന്റെ മകളെ നിങ്ങൾ ശല്യപ്പെടുത്തുകയാണ് എന്നും ഒരുപാട് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനാൽ തന്റെ വരുമാനം 0 ഒരു IAS ഇന്റർവ്യൂവിൽ പൂജ പറഞ്ഞിരുന്നു. അവൾക്ക് അച്ഛനുമായി യാതൊരു ബന്ധവുമില്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ മെയ് 12, 13 തീയതികളിൽ പൂജയുടെ പിതാവ് അവളോടൊപ്പം ജില്ലാ ഓഫീസിൽ വന്നിരുന്നുവെന്ന് ജില്ലാ കളക്ടർ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൂജയ്ക്ക് അറ്റാച്ച്ഡ് റെസ്റ്റ് റൂം ഓഫീസ് നൽകണമെന്ന് പിതാവ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും പൂജ വരുന്നതിന് മുമ്പ് ഓഫീസ് തയ്യാറാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് അവരെ ശകാരിക്കുകയും ചെയ്തു. തുടർന്ന് ഓഫീസിലെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് മാറ്റണമെന്നും ജോലി തീരുന്നതുവരെ വീട്ടിലേക്ക് പോകാനാകില്ലെന്നും ഭീഷണിപ്പെടുത്തി. അതിനുശേഷം പൂജ തന്റെ സ്വകാര്യ ഓടിക്കാരന് വേണ്ടി ബീക്കൺ, VIP നമ്പർ പ്ലേറ്റ്, മഹാരാഷ്ട്ര ഗവൺമെന്റ് ബോർഡ് എന്നിവയ്ക്കായി അപേക്ഷിച്ചു. ഒരുപാട് പ്രൊബേഷണറി ഉദ്യോഗസ്ഥരെ പരിശീലനത്തിനായി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. ജില്ലാ കളക്ടർ കത്തെഴുതിയതോടെയാണ് ഇക്കാര്യം മാധ്യമശ്രദ്ധ നേടിയത്. സംഭവം വിവാദമായതോടെ മഹാരാഷ്ട്ര സർക്കാർ പൂജയെ വാഷിംഗ് ജില്ലയിലേക്ക് മാറ്റി. ട്രാൻസ്ഫറിനെ പറ്റി ചോദിക്കാൻ മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്ന് പൂജ അവരോട് പറഞ്ഞു. സർക്കാർ ഉത്തരവ് കിട്ടിയിട്ടും പൂജ 3 ദിവസത്തേക്ക് ഡ്യൂട്ടിയിൽ ചേർന്നിട്ടില്ലെന്ന് വാഷിംഗ് ജില്ലാ കളക്ടർ ഭുവനേശ്വരി S പരാതിപ്പെട്ടു. തന്നെയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെയോ ബന്ധപ്പെടാൻ പൂജ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് ഒരു വലിയ ടെസ്റ്റ് വരുന്നത്. പൂജയ്ക്ക് എങ്ങനെ OBC സംവരണം കിട്ടി? 1990 സർക്കാർ സ്ഥാപനങ്ങളിലും ജോലികളിലും OBC കാറ്റഗറിക്ക് 27% സംവരണം നൽകുന്ന മണ്ഡൽ കമ്മീഷന്റെ നിരവധി നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിരുന്നു. നിങ്ങളുടെ രക്ഷിതാക്കൾ സർക്കാരിൽ ഗ്രൂപ്പ് Aയോ ഗ്രൂപ്പ് Bയോ ആവാൻ പാടില്ല എന്നായിരുന്നു വ്യവസ്ഥ. കൂടാതെ നിങ്ങളുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടുതലാകരുത്. ഈ 2 കാറ്റഗറികളെ ക്രീമി ലെയർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ OBC കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണെങ്കിലും നിങ്ങൾ പ്രിവിലേജ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സംവരണമില്ല. നോൺ ക്രീമി ലെയറിനാണ് സംവരണം. പൂജയുടെ പിതാവിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ 40 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകൻ വിജയ് ഖുംബാർ പറഞ്ഞിരുന്നു. 43 ലക്ഷം രൂപ വാർഷിക വരുമാനവും 10 ഏക്കർ കൃഷിഭൂമിയും 7 പ്രോപ്പർട്ടീസും 900 ഗ്രാം ഗോൾഡും ഡയമണ്ടും 17 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണവാച്ചുമെല്ലാം അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടും നോൺ ക്രീമി ലെയർ OBC കാറ്റഗറിയിലാണ് പൂജയ്ക്ക് സംവരണം കിട്ടിയത്. പൂജയെക്കുറിച്ച് അന്വേഷിക്കുന്ന DOPT അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് പൂജയ്ക്ക് അഹമ്മദ് നഗറിലും പൂനെയിലുമായി 7 വസ്തുവകകൾ ഉണ്ടെന്നാണ്. അതിന്റെ ടോട്ടൽ വാല്യൂ 17 കോടി രൂപയാണ്. അതിൽ നിന്നുള്ള വാർഷിക വരുമാനം 48 ലക്ഷം രൂപയാണ്. ഇതിൽ 2 എണ്ണം പൂജയുടെ അമ്മ കൊടുത്തതും 5 എണ്ണം അവൾ വാങ്ങിയതുമാണ്. എന്നിട്ടും ഈ DOPT അവർക്ക് ഒരു നോൺ ക്രീമി ലെയർ OBC സംവരണം നൽകി. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? പൂജയുടെ കേസ് അന്വേഷിക്കാൻ സർക്കാർ ഇപ്പോൾ ഒരു പാനലിനെ നിയോഗിച്ചിട്ടുണ്ട്. പൂജയുടെ അച്ഛനെതിരെ അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പൂനെയിലെ ട്രാഫിക് പോലീസ് പൂജയ്ക്ക് തന്റെ സ്വകാര്യ ഓടിക്കാരന് ബീക്കൺ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് അയച്ചിരുന്നു. കൂടാതെ 27,000 രൂപ വിലയുള്ള 21 ചെല്ലാൻസ് കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ നോട്ടീസ് നൽകാൻ പൂനെ പോലീസ് പൂജയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഓടിക്കാറും മറ്റു 4 കാറുകളും കണ്ടെത്തി. എന്നാൽ നോട്ടീസ് ലഭിച്ച് 1 ദിവസത്തിന് ശേഷം ഓടിക്കാർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പൂജയെ പോലെ നമുക്കറിയാത്ത എത്രയെത്ര കേസുകളുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ 2016 IAS ഉദ്യോഗസ്ഥനായ അസിഫ് K യൂസഫിനെതിരെ OBC നോൺ ക്രീമി ലെയർ സംവരണത്തിനായി വ്യാജ വരുമാന രേഖ ചമച്ചതിന് കേസെടുത്തിരുന്നു. 21 വയസ്സുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസറായ പൂജ സൈഗാളിൽ നിന്ന് ഏകദേശം 19.5 കോടി രൂപ കണ്ടെടുത്തു. IAS ഓഫീസുകളിലെ അഴിമതി പരസ്യമായ രഹസ്യമാണ്. IAS ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നത് എളുപ്പമല്ല. കാരണം സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങണം. ചിലപ്പോൾ സർക്കാർ ഇത് നിരസിക്കും. സർക്കാരിന്റെ സ്വന്തം കണക്കുകൾ പ്രകാരം
2016-നും 2019-നും ഇടയിൽ IAS ഉദ്യോഗസ്ഥരെയും സിവിൽ സർവീസുകാരെയും കുറിച്ച് 2500 അഴിമതി പരാതികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്ര പേർ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടു? അതുകൊണ്ട് ഈ വ്യവസ്ഥിതിയെ ആകെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാവുന്ന ഇത്തരം അഴിമതികൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.